ഇന്ന് കൈനഗിരിക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടുകാരെ സംബന്ധിച്ചിടത്തോളം CBL തുടങ്ങുന്ന ദിവസമാണ്. വള്ളംകളി നെഹ്റു ട്രോഫിയൊക്കെ കഴിഞ്ഞ് ചാമ്പ്യൻസ് ബോട്ടിലേക്ക് തുടങ്ങുന്ന ദിവസമാണ്. കൈനഗിരിക്ക് ഒരു ഉത്സവം തന്നെയെന്ന് പറയാം. വള്ളംകളിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കൈനഗിരി CBLന് കൈനഗിരിയിൽ 1ാം സ്ഥാനം കിട്ടുന്ന ക്ലബിന് കിട്ടുന്ന ചാവറ കപ്പ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു കപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇന്ന് കൈനഗിരിയിൽ ഇറങ്ങിയിരുന്നത്. ഇന്ന് വള്ളംകളി വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവറയച്ചൻ്റെ മണ്ണിലാണ്, ചാവറ ഭവനിലാണ്. ഇവിടെ നമ്മൾ വള്ളംകളി വ്ലോഗ് തുടങ്ങിയാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ കൂട്ടത്തിൽ 2 ഗസ്റ്റുകളുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇതാണ് ചാവറയച്ചൻ ജനിച്ച മുറി. നമുക്ക് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം. ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചായിരുന്നു 2 അതിഥികൾ, 2 പേര് വള്ളംകളി വിശേഷങ്ങളുമായി നമ്മളൊപ്പം ചേരുമെന്ന്. നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ 2 അതിഥികൾ, 2 ഗസ്റ്റുകൾ നമ്മളൊപ്പം വന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, കൈനഗിരി എന്ന കായലോര ഗ്രാമം അതീവ സന്തോഷത്തിലാണ്. എന്താണ് കാരണം? ഇന്ന് കൈനഗിരിയിൽ CBLന്റെ പേരിലുള്ള വള്ളംകളിയുടെ ആരംഭമാണ്. കൈനഗിരി വിശുദ്ധനായ ചാവറയച്ചൻ്റെ മണ്ണിൽ വള്ളംകളിയുടെ ഈറ്റില്ലമായ കൈനഗരിയിൽ ഇന്ന് CBL കളി ആരംഭിക്കുകയാണ്. അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തിക്കാതെ ഒന്ന്. പേര് ഫാദർ തോമസ്, വീട്ടുപേര് ഇരുമ്പ് കുത്തിയിൽ. വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ ജന്മഗ്രഹം അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്. ജനനം കൊണ്ട് ഞാൻ ഇടുക്കിക്കാരനാണ്, ഹൈറേഞ്ചുകാരനായ ഞാൻ കുട്ടനാടിനെ പ്രത്യേകിച്ച് കൈനഗിരിയെ ഈ അടുത്ത നാളുകൾ കൊണ്ട് വളരെയേറെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. അച്ഛൻ്റെ പേര് മിജോ. അച്ഛനെ നമുക്കറിയാം, എന്നാലും അച്ഛൻ ഒന്ന് പരിചയപ്പെടുത്തും. അച്ഛാ, എൻ്റെ പേര് മിജോ കൈതപ്പറമ്പിൽ. ഈ ചാവറയച്ചൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് ഏറ്റവും അടുത്തുള്ള കുട്ടമംഗലം സെൻറ്റ് ജോസഫ് ഇടവപ്പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. വള്ളംകളിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കൈനഗിരിയിൽ വള്ളങ്ങൾ മത്സരിക്കുന്നത് ഏത് കപ്പിന് വേണ്ടിയിട്ടാണ്? വിശുദ്ധ ചാവറയച്ചൻ്റെ പേരിലുള്ള കപ്പാണ്, ചാവറ കപ്പിന് വേണ്ടി. സെയിന്റ് ചാവറ എവറോളിംഗ് ട്രോഫി. എത്ര വള്ളങ്ങൾ ഉണ്ടാവും അച്ഛാ മത്സരിക്കാൻ? 9 വള്ളങ്ങൾ. 9 ചുണ്ടൻ വള്ളങ്ങൾ. 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിനുണ്ടാവും. ഇവിടുന്ന് നമ്മുടെ വ്ലോഗ് ആരംഭിക്കാം. ഞാനൊരു കുട്ടനാട്ടുകാരുടെ സ്റ്റൈലിൽ വേഷം ധരിച്ചാൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും വള്ളംകളി കാണാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു വേഷമായിരിക്കത്തില്ല നല്ലത്. ആവേശം നമുക്ക് ഒട്ടും കുറയരുത്. വേഷം കൊണ്ടും അപ്പോൾ ഒരു വള്ളംകളി പ്രേമി, ഒരു കുട്ടനാട്ടുകാരന്റെ വേഷമാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വള്ളംകളി വ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ്. വാച്ച തുടങ്ങല്ലേ? ഓക്കെ, ഫുൾ പവറാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ആർപ്പിട്ടാലോ? ശരി, ഇടോ. ശരി, പോട്ടെ. ഏതാനും നിമിഷങ്ങൾക്കകം തീ പാറാൻ പോകുന്ന പമ്പയാറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കൈനഗിരി ഗ്രാമപഞ്ചായത്തിൽ പോവുകയാണ്. എന്ത് കാണാൻ പോവാ? 2022 ചാവറയച്ചന്റെ പേരിൽ നൽകിയ പിച്ചളയിൽ തീർത്ത വലിയ ഒരു ട്രോഫി ഉണ്ട്, ചാവറ കപ്പ്. നമ്മൾ ആ ചാവറ കപ്പ് കാണുവാൻ വേണ്ടി നമ്മുടെ കൈനഗിരി പഞ്ചായത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ചാവറ കപ്പ് അച്ഛൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ വന്നിട്ട് എത്ര നാളായി? വന്നിട്ട് 7 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. ആദ്യത്തെ CBL-ആണ്. അതെ, ആദ്യത്തെ CBL-ആണ്. നേരിട്ട് പങ്കെടുക്കുന്ന CBL മത്സരം, ആദ്യത്തെ മത്സരം. നമ്മൾ നെഹ്റു ട്രോഫിയും അതുപോലെ മൂലം വള്ളംകളിയൊക്കെ നേരിട്ട് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. എങ്കിലും ഈ കൈനഗിരി ആദ്യമാണ് തീർച്ചയായിട്ടും. കൈനഗിരി ചാവറ കപ്പ് കാണാൻ വേണ്ടിട്ട് പോവാണ്. വിശുദ്ധനായ ചാവറയച്ചന്റെ നാട്ടിൽ നടക്കുന്ന ഈ വള്ളംകളിക്ക് കൈനഗിരിയാണ് ചാവറ കപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ചാവറ ഭവനാണ് കൊടുത്തിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ പവലിയനൊക്കെ നിറയാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഈ ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും ആളുകളുടെ സാന്നിധ്യം ഇല്ലാതെ ഇനി ഇവിടെ കാണാൻ പറ്റില്ല. കൈനഗിരി ഇനി തീ പാറാൻ പോവുകയാണ്. ഇത്രയേറെ ക്യാമറ സജ്ജീകരണങ്ങളും ഒത്തിരിയേറെ ഗാനങ്ങളുടെ അകമ്പടിയോടുള്ള തയ്യാറെടുപ്പുമായിട്ട് കൈനഗിരി ഉണരുകയാണ്. അവരുടെ ഉത്സവത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അല്ലേ അച്ഛന്മാരെ? അതെ,
ഉത്സവത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഉത്സവത്തിന് ഇനി അധികം സമയം ഇല്ല. കൈനഗിരി പമ്പയാറ്റിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. മുണ്ടയ്ക്ക പാലത്തിന്റെ ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. 9 ചുണ്ടൻ വള്ളങ്ങളും വന്ന് മാറ്റുരയ്ക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുന്നത്, മത്സരം പൂർത്തിയാക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വരുന്നത്, ഇവിടെ ആദ്യം എത്തുന്നത് ഏത് വള്ളമാണ് എന്ന കണക്കിലിരിക്കും ചാവറക്കപ്പ് ആർക്ക് സ്വന്തം എന്നുള്ളത്. ഇനി മണിക്കൂറുകൾ നിമിഷങ്ങളായി മാറുന്ന കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. കൈനേരി പഞ്ചായത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാവറക്കപ്പ്, ചാവറയച്ചൻ്റെ ഫോട്ടോ പതിപ്പിച്ച ആ ഒരു കപ്പ് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ചാവറക്കപ്പ്. ഇതാണ് ചാവറയച്ചൻ്റെ പേരിലുള്ള കപ്പ്. ഇതാർക്കാണ് കിട്ടുന്നത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള കപ്പാ? ഇത് നമ്മുടെ CBL ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 1ാം സ്ഥാനത്ത് ചുണ്ടൻ വള്ളത്തിന് കൈനഗിരി ദേശം നൽകുന്ന, കൈനഗിരി പഞ്ചായത്ത് നൽകുന്ന, ഈ ചാവറയച്ചൻ്റെ ജന്മനാടായ കൈനഗിരി നൽകുന്ന 1ാം സമ്മാനമാണ്. ചാവറയച്ചൻ്റെ മുഖം പതിപ്പിച്ച കപ്പ്. ചാവറയച്ചൻ, ഇത് ഞങ്ങൾ 2010 നമ്മുടെ പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചാവറ പിതാവിൻ്റെ ജന്മഗൃഹ തീർത്ഥാടനത്തിൽ നിന്നും നമ്മൾ നൽകിയ കപ്പാണ്. ഒരു ചെറിയ കപ്പ് കാണുന്നുണ്ടല്ലോ, ഇതെന്തിനുള്ള കപ്പാച്ച? ചാമ്പ്യൻസ് ലീഗിൽ 1ാം സ്ഥാനം അടിക്കുന്ന ആ ചുണ്ടൻ വള്ളത്തിന്റെ 1ാം തുഴയിലിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ഈ സമ്മാനം. 2 വശങ്ങളിലും ചാവറയച്ചൻ്റെ മുഖം പതിപ്പിച്ച വളരെ മനോഹരമായ, ഏകദേശം 10 കിലോയോളം തൂക്കം വരുന്ന പിച്ചളയിൽ തീർത്ത അതിമനോഹരമായ ഒരു കപ്പാണ് നമ്മൾ നൽകുന്നത്. എന്തുകൊണ്ടും വള്ളംകളിക്ക് കൈനഗിരി നടക്കുന്ന CBLന്, ഈ കൈനഗിരി ദേശത്തിന്, കൈനഗിരി പഞ്ചായത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കരുതുന്നത്. ഇത് കൈനഗിരി വിട്ടുപോകരുതെന്ന് തന്നെയാണ് ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രാർത്ഥന. ഈ ട്രോഫി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിക്കോട്ടെ. 10 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. 10 കിലോയ്ക്ക് മേളിലുണ്ടല്ലേ? അതെ തീർച്ചയായിട്ടും നല്ല വെയിറ്റ് ഉണ്ട്. 1ാം സ്ഥാനം നേടുന്ന ചുണ്ടനുള്ള കപ്പും അതിന്റെ 1ാം തുഴക്കാനുള്ള കപ്പുമാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. 100% കപ്പടിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ 2 വർഷമായിട്ട് ക്യാപ്റ്റൻ ആയിരുന്നു വില്ലേജിന്റെ. ആത്മവിശ്വാസം പോലെ തന്നെ കപ്പടിക്കട്ടെ, നിങ്ങളുടെ ആത്മവിശ്വാസം രക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല തുഴച്ചിലാണ്. നല്ല തുഴച്ചിലാണ്. ഇപ്പം വരുന്നത് നോക്കണം. ആ തുഴച്ചില്ല, അടിപൊളി തുഴച്ചില്ല. അച്ഛാദിന് എത്ര വയസ്സായി? എനിക്ക് 83 വയസ്സ്. 83 വയസ്സിലും പ്രായം തളർത്താത്ത ആവേശമാണ്. വലങ്കയ്ക്കായിരുന്നു. ആ തുറക്കാരൻ ഉണ്ടായിരുന്നപ്പോൾ ഇവിടുന്ന് ഞങ്ങളെ 10 പേരെ കയറ്റിക്കൊണ്ട് പോകും. തിരിച്ച് തുറച്ചിൽ കഴിയുമ്പോൾ ഇവിടെ കൊണ്ടിറക്കും. അതുപോലെ തന്നെ ആ തുറച്ചിക്കാരോട് എപ്പോഴും പോരെന്നുള്ള രീതി പറഞ്ഞു ചെയ്യണം. പറഞ്ഞു നിന്നാലേ നമുക്ക് അതിനകത്ത് നേട്ടമുള്ളൂ, അല്ലെങ്കിൽ അവർ തുറയായിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. ഓക്കെ, അതിന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ആന്റണി ഔസേപ്പ്. ആരടിക്കും കപ്പ? ആരടിക്കും? ബിയപുരം. ബിയപുരം എന്ന് പറഞ്ഞ ഏത് ക്ലബ്ബാ? ജയിക്കും, കപ്പടിക്കും. ഓക്കെ, ആർപ്പ് വിടുവോ മോൻ? ആർപ്പ് വിടുവോ? ഓക്കെ ബൈ, ഓൾ ദി ബെസ്റ്റ്. 83 വയസ്സുള്ള ഒരു അച്ചാച്ചൻ്റെയും ഒരു തീരെ കുഞ്ഞായിട്ടുള്ള ഒരു അച്ചാച്ചൻ്റെ കൊച്ചുമോൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെയും ഒരു വികാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. 80-നും 8-നും 3-നും ഒക്കെ ഒരേ ആവേശം, വള്ളംകളി എന്ന് പറഞ്ഞ ആവേശം അല്ലേ? കുട്ടനാടൻ ജനതയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വള്ളംകളി. ഈ വള്ളംകളിയെ ഒരിക്കലും കുട്ടനാടൻ ജനതയുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റുവാൻ ആർക്കും സാധിക്കും. കുട്ടനാട്ടുകാർ എവിടെയാണെങ്കിലും വള്ളംകളി ദിവസം അവർ ആവേശത്താൽ നിറയും. ഒന്നെങ്കിൽ ഫോണിൽ അവരുടെ രക്തത്തിൽ ലയിച്ചു ചേർന്നതാണ് ഈ വള്ളംകളി. കുട്ടനാട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും മടവീഴ്ചയും എല്ലാം മറന്ന് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഈ നാടിന്റെ ഉത്സവമാണ് വള്ളംകളി. ഞാൻ വിശ്വസിക്കുന്നത് ചാവറയച്ചൻ കുട്ടനാട്ടിൽ ജനിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം തീഷ്ണതയോടുകൂടെ കേരള ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ചാവറയച്ചന് സാധിച്ചത്. ഇവിടെയുള്ള കഷ്ടതകൾ, ഇവിടെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന പകർച്ചവ്യാധികൾ, ഇവിടെയുള്ള മടവീഴ്ചകൾ, കാർഷിക മേഖലകളെ പ്രതിസന്ധികളെല്ലാം ചാവറയച്ചനെ അതിശക്തനായിട്ട് മാറ്റി. ചാവറയച്ചൻ്റെ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്? ചാവറയച്ചനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ മ്യൂസിയം പോലെയൊക്കെ അവിടെ തീർച്ചയായിട്ടും കൈനഗിരി ചാവറപ്പിതാവിൻ്റെ ജന്മഗൃഹത്തിൽ മനോഹരമായ മ്യൂസിയമുണ്ട്. അനേകർ എല്ലാ ദിവസവും അവിടെ സന്ദർശിക്കുന്നുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ ചാവറയച്ചന് സാധിച്ചത് ഈ കുട്ടനാടിന്റെ വികാരം ചാവറയച്ചന്റെ ഹൃദയത്തിന് വലിയ ഒരു ആവേശമായിട്ട്, ആത്മാർത്ഥമായ
പ്രാർത്ഥനയായിട്ട് മാറിയതുകൊണ്ടാണ്. അച്ഛന് പറയാനുള്ളോ വള്ളങ്ങളെ കുറിച്ച് ഇനി കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളത്? ഇനി നമ്മൾ കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇനി നമ്മൾ നമ്മുടെ ഈ ജലോത്സവത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അതിൽ സാക്ഷ്യം വഹിക്കുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത്. പൂത്തിയച്ഛൻ പറഞ്ഞു അച്ഛൻ ജയ് ജയ് CBL എന്ന് വിളിക്കുന്നു പറഞ്ഞു. അച്ഛൻ ഏതെങ്കിലും ക്ലബ്ബുകളെ പ്രത്യേകമായിട്ട് താല്പര്യമുണ്ടോ? ഏത് ക്ലബ്ബ് ജയിക്കുമെന്നൊരു കണക്കൂട്ടലുണ്ടോ അച്ഛന്? അങ്ങനെ പ്രത്യേകിച്ച് കണക്കൂട്ടലൊന്നും ഇല്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ജലോത്സവവും ജലവും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിന് അതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഈ ജലോത്സവത്തിന് സാക്ഷ്യം വഹിക്കുക. അതിനോടൊപ്പം ആ ആവേശ തിരമാലയിൽ അതെ അവരുടെ വികാരത്തിന്റെ ഭാഗമായി തീർന്ന് ആവേശത്തോടെ ഇതിൽ സംബന്ധിക്കുക, പങ്കാളികളാകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷത്തെ CBL വളരെ പെട്ടെന്നാണ് കൈനഗിരി സംഘടിപ്പിച്ചത്. സമയം കുറവാണ് കിട്ടിയതെങ്കിലും ഇത് കൈനഗിരി ദേശത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. കാരണം വള്ളംകളിയുടെ ഈറ്റില്ലം എന്ന പേരിൽ അറിയപ്പെടുന്നത് കൈനഗിരിയാണ്. കൈനഗിരിയുടെ അതിപ്രസിദ്ധമായ അതിപുരാതനമായ വലിയ പാരമ്പര്യമുള്ള UBC ബോട്ട് ക്ലബ്ബുണ്ട്. ഇപ്പോൾ പുതുതായിട്ടുള്ള VBC ബോട്ട് ക്ലബ്ബുണ്ട്, വില്ലേജ് ബോട്ട് ക്ലബ്ബ്. ഈ 2 ബോട്ട് ക്ലബ്ബുകളെയും അനേകായിരങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയ പ്രസിദ്ധമായ ക്ലബ്ബുകളാണ്. നമ്മുടെ കൈനഗിരി പഞ്ചായത്ത് ഭരണസമിതി വളരെ തന്മയത്വത്തോടുകൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ഈ മത്സരത്തിന് വേണ്ടിയുള്ള വേദിയും അതിനുവേണ്ട സകല ക്രമീകരണങ്ങളും ക്രമീകരിച്ചിട്ട് കൈനഗിരി ജനത്തിന്റെ ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ സഹകരണത്തിന്റെ എല്ലാം ഭാഗമാണ്. ഏത് ചുണ്ടനാ പഠിക്കാൻ പോണേ? ചാവറക്കപ്പ് കൈനഗിരി വിട്ട് പോകത്തില്ല, ഉറപ്പാ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇവിടെ പായ്പാടൻ വള്ളമാണ് നമ്മുടെ അടുത്തുള്ളത്. CBL പങ്കെടുക്കുന്ന ഏത് ബോട്ട് ക്ലബ്ബാണ് അത് പറയുന്നത്? കുമരകം ബോട്ട് ക്ലബ്ബ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായ്പാടൻ വള്ളമാണ് ഇപ്പോൾ നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം ഈ ഇരു കരകളും ജനനിബിഡമാവും. ഈ നാടിന്റെ ഓരോ മുക്കിനും മൂലയിലും ചെന്നാലും എല്ലാവരും ഒരേ ആഘോഷത്തിന് വേണ്ടി വള്ളംകളിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കാഴ്ചയാണ്. വള്ളംകളിയുടെ ആവേശമാണ്. കപ്പ് പോകത്തില്ല. ഒരാർപ്പിട്ട മക്കളെ, ഒരാർപ്പിട്ട. വള്ളംകളിക്കുള്ള തയ്യാറെടുപ്പിലാണോ? എപ്പോഴാ പോകുന്നത് ഇവിടുന്ന്? ഇപ്പഴേ ഇറങ്ങിയേക്കുവാ, തകർത്തേക്കുവാ. ഓക്കെ. നമ്മളിതാ കുട്ടമംഗലം സെന്റ് ജോസഫ് പള്ളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ വികാരിയായിട്ടിരിക്കുന്ന എന്റെ സ്വന്തം ഇടവകയാണ്. അതെ, തീർച്ചയായും വളരെ സ്നേഹമുള്ള വള്ളംകളി പ്രേമികളാണോ? അതെ, എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിട്ട് അവര് വള്ളംകളിയെ സ്നേഹിക്കുന്നു, ഇടവകയെ സ്നേഹിക്കുന്നു, നാടിനെ സ്നേഹിക്കുന്നു. അവരുടെ വികാരത്തെയും ആവേശപൂരിതമാണ്. അവിടെ പുന്നമട ബോട്ട് ക്ലബ്ബാണ്. അതെ, BBC പുന്നമട ബോട്ട് ക്ലബ്ബാണ് വിശ്രമം കൊള്ളുന്നത്. നടുഭാഗം ചുണ്ടനാണ് അവരുടെ വള്ളം. നമ്മളിതാ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അതെ, ഔസേപിതാവിന്റെ പള്ളിയിൽ നിന്നും ഔസേപിതാവിന്റെ ഊർജ്ജം സ്വീകരിച്ച് അവരും ഇതാ കൈനഗിരി ജലോത്സവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ പുന്നമട ബോട്ട് ക്ലബിന്റെ ഒരു വിശ്രമ സ്ഥലമായിട്ട് ഇപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നും അനുവാദം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? വിശേഷങ്ങളിലേക്ക് നമുക്ക് പങ്കുചേരാം. ചേട്ടന്റെ പേരെങ്ങനെ? നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് എത്ര പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾ ഉറപ്പായിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ CBL ഫസ്റ്റ് ട്രോഫി ഞങ്ങൾ എടുത്തിരിക്കും. ഉറപ്പായിട്ട് 100%. ഞങ്ങൾ മൈക്രോ സെക്കൻഡാണ് ഞങ്ങൾ നെഹ്റു ട്രോഫി ഞങ്ങളുടെ നഷ്ടപ്പെട്ടത്. അത് മൈക്രോ സെക്കൻഡ് ഉള്ള ആ ഒരു പകവിട്ട് ഞങ്ങൾ ഇവിടെ തീർത്തിരിക്കും. ഞങ്ങൾ ടീം അതിനുള്ള ഉഷാറായിട്ട് ആ ടീം നല്ല കോൺഫിഡൻസിലാണ് ഈ പ്രാവശ്യം ഇറങ്ങുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം രക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹവും ഞങ്ങൾക്ക് സപ്പോർട്ടും വേണം. ഞാൻ പ്രത്യേകം പറഞ്ഞു അച്ഛന്മാർ രണ്ടുപേരും പ്രാർത്ഥന അനുഗ്രഹം ഞങ്ങൾക്ക് വേണം, നിങ്ങളുടെ ടീമിനും വേണം. എല്ലാ മംഗളങ്ങളും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവരവരുടെ വിശ്രമവേളയിലാണ്, അതുകൊണ്ട് അവരെ മാക്സിമം നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. കാര്യം ഇത്രയും അവർ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അല്പനേരം വിശ്രമിക്കുകയാണ്. 1 hour later.
നല്ലൊരു വൈബ്, നല്ലൊരു ആംബിയൻസ്. ഇരു കരകളും ഒരേ മനസ്സോടെ മത്സരിക്കുന്ന വള്ളങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന കാഴ്ചയാണ്. ഇരു കരകളിലും ആളുകൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കൈനേരിയുടെ ഒരു ആവേശമാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും വളരെ ആവേശകരമായിട്ടുള്ളൊരു വള്ളംകളി മത്സരത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആരായിരുന്നു ചാവറ കപ്പിന്റെ ജേതാവ്? കഴിഞ്ഞ വർഷത്തെ ജേതാവ് ആരെന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. ഈ വർഷം ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതെ, അതിന് ഉത്തരം കാത്താണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ആർക്കാണ് ഇത്തവണ, ആരോടൊപ്പമാണ് ഇത്തവണത്തെ ചാവറ എച്ചിന്റെ ട്രോഫി, ചാവറ ട്രോഫി ആരുടെ കൂടെയാണെന്ന് അറിയാനാണ് ഇത്രയും ആളുകൾ ഈ കൈനകരിയിൽ ഇത്രയും ഒരേ മനസ്സോടെ ഒരു പ്രവൃത്തി ദിവസമായിട്ട് കൂടി ഇത്രയും ആളുകൾ ഇവിടെ കൂടണമെങ്കിൽ ഇവരുടെ ആവേശം, ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിലെ ആ ഒരു വൈബ് അതെന്താണെന്ന് അറിയണമെങ്കിൽ ഇത്രയും ആളുകളെ തന്നെ നോക്കിയാൽ മതി. തിങ്ങി നിറഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓരോ വള്ളങ്ങളും തിരിച്ച് ഫൈനലിന് വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ്. ഇനി നടക്കാൻ പോകുന്ന ഫൈനലാണ്. ആരാണ് ചാവറ ട്രോഫി നേടുക? കൈനകരിയിൽ തന്നെ ചാവറ ട്രോഫി ഉണ്ടാകുമോ, ഇനി അതോ കൈനേരി വിട്ട് ചാവറ ട്രോഫി പോകുമോ എന്നുള്ള ഒരു ഉത്തരം തേടിയാണ് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ഇരുമ്പൂത്തി അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഇല്ലെന്നേ ഉള്ളൂ. അച്ഛൻ പവലിയനാണ്. അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അച്ഛാ, ഇത്രയധികം ഇവർ ആവേശത്തോടെ ഈ വള്ളംകളിക്ക് മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും ഒത്തിരി സന്തോഷത്തോടെ എല്ലാം മറന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എന്തൊക്കെ വന്നാലും ഇപ്പം 2015 വെള്ളപ്പൊക്കം വന്നിട്ടും അതിനുശേഷമുള്ള വള്ളംകളിയൊക്കെ അവർ വലിയ ആവേശത്തോടെ, പതിവിനും ആവേശത്തോടെ വീണ്ടും തിരിച്ചു വരുന്നതാണ് കണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും അതുപോലെ പൂർണ്ണമായ സ്നേഹവും പരസ്പരമുള്ള സ്നേഹവുമാണ് അവരെ. കൈനഗിരി മാത്രമല്ല, കുട്ടനാട്ടുകാരെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ കൈനഗിരി നിൽക്കുന്നതുകൊണ്ട് കൈനഗിരിയെ പറ്റി പറയുന്നത് മാത്രമല്ല, പക്ഷേ കുട്ടനാട് മുഴുവൻ നമുക്ക് വിശ്വാസത്തിന്റെ ഒരു വലിയ ഒരു സാക്ഷ്യം അവരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇന്നിവിടെ ആയിരിക്കുന്നതിൽ. ആദ്യത്തെ CBയിലാണല്ലോ. അതെ അതെ. ഇവിടെ വള്ളംകളി മത്സരം ഫൈനൽ നടക്കുന്നതിന് മുന്നുള്ള അതിന് മുമ്പേ നടക്കുന്ന ഓരോ ആഘോഷങ്ങളാണ്. ഇപ്പം ചെണ്ടമേള ഒരു സ്ഥലത്ത് ഓരോ ഈ വാട്ടർ വെച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണാം. മറുഭാഗത്ത് ഓരോരുത്തരും ഓരോ കരക്കാർ അവരുടെ ആവേശം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉത്സവം അവർ ആഘോഷിക്കുകയാണ്. കൈനേരിയിൽ ശരിക്കും പറഞ്ഞാൽ വാട്ടർ ഓൺ ഫയർ, വെള്ളത്തിൽ തീപാറുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫൈനൽ ചാവറ കപ്പ് ആര് നേടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇനി എല്ലാവരും അറിയാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന വള്ളം PBC, അത് മേൽപ്പാടം ചുണ്ടൻ തുടങ്ങുന്നവർ. രണ്ടാമത് വരുന്നത് VBC, വിയപുരം വള്ളത്തെ VBC തുടങ്ങുന്നു. മൂന്നാമത് നിരണം ക്ലബിന്റെ നീളം ചുണ്ടൻ. ഈ 3 വള്ളത്തിൽ ആര് ജയിക്കും വെച്ചാൽ ആരാണ് പ്രതീക്ഷ കൂടുതൽ? ആർക്കായിരിക്കുമെന്ന് കൃത്യമായിട്ട് വിധിനിർണ്ണയം നടത്താൻ നമ്മുടെ ആരും അല്ലല്ലോ. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഇനിയെല്ലാം ഫൈനലിന് ശേഷം. കൈനഗിരിയുടെ വിയപുരമാണോ, പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടനാണോ, നീളം ചുണ്ടനാണോ, ആരാണ് ജേതാവ്? ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ ആ പാഞ്ഞു വരുന്ന 3 വള്ളങ്ങളെ, 3 ചുണ്ടൻ വള്ളങ്ങളെ ഉറ്റുനോക്കുന്ന കാഴ്ചയാണ്. അതാണ് മ്യൂസിക് തുടങ്ങി. ആരാകും ജേതാവ്? ആരാകും ചാവറക്കപ്പടിക്കുക? ആവേശപ്പൊൻകുടിപൂരം കുഴഞ്ഞെടുക്കുന്നേ, ചങ്കത്തൊരു താളം കൊട്ടി വള്ളം പായുന്നേ, കുടപ്പാടകലത്തിൽ മറുചുണ്ടൻ ചീറ്റുന്നേ, വീരൻ കരിനാഗം പോലെ ചുണ്ടൻ പായുന്നേ, ആരൻ ചെമ്മീനെ പോലെ നെഞ്ചു പിളയ്ക്കുന്നേ. നമ്മളോട് ഇരുമ്പൂത്തി അച്ഛൻ ഇല്ലായിരുന്നു ഇത്ര നേരം. ഈ വള്ളംകളി CBയിൽ വള്ളംകളി കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് അച്ഛൻ ഷെയർ ചെയ്യും. ഏത് ടീമിന്റെ കൂടെയാണ് ഈ കാണികളായ ജനമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതുപോലെ ജനം മുഴുവനും ആവേശത്തിന്റെ മുൾമുനയിൽ സ്തബ്ധമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ഏത് വില്ലേജ് ബോട്ട് ക്ലബിന്റെ അടുത്തോട്ടാണോ? നമ്മൾ വില്ലേജ് 1ാം സമ്മാനം കരസ്ഥമാക്കിയത് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. കൈനഗിരിയുടെ തന്നെ അഭിമാനമായിരിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ നമ്മൾ ആ ബോട്ട് ക്ലബിനെ ഒന്ന് വിയപുരം ചുണ്ടനിൽ അതിവാശിയോടുകൂടെ അവരെ നേരിൽ കണ്ട് ചാവറ അച്ഛന്റെ പേരിൽ കൈനഗിരി നാടിന് വേണ്ടി അവരെ അഭിനന്ദനം നമ്മൾ പോവുകയാണ്. ഞാൻ PV മാത്യു ഭഗവത്തില്. ഞാൻ പിന്നെ കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ചുണ്ട് കയ്യിൽ നിന്ന് കപ്പ് തകർന്നു പോയ ഒരു അധഭാഗ്യനായ ക്യാപ്റ്റനാണ്. മൈക്രോ മില്ലി സെക്കൻഡിന്റെ പേരിൽ ട്രോഫി എൻ്റെ നഷ്ടപ്പെട്ടതാണ്.
പക്ഷേ ഈ വർഷം ഞങ്ങളുടെ പിള്ളേർ കഠിനാധ്വാനം ചെയ്ത് ഈ വർഷം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട എല്ലാ ട്രോഫികളും ഒന്നൊന്നായി തിരിച്ചു പിടിക്കുകയാണ്. അതിന്റെ ഭാഗമാണിത്. ഇത് ഈ കൈനേരിയിലെ ചാമ്പ്യൻസ് ലീഗ് നടന്നിട്ട് ഇന്നേ വരെ ഞങ്ങൾക്ക് ട്രോഫി നേടാൻ സാധിച്ചിട്ടില്ല. കൈനേരിക്ക് വില്ലേജ് ബോട്ട് ക്ലബ്ബ് അതിന് വിപരീതമായി ഇന്ന് ട്രോഫി നേടിയിരിക്കുകയാണ്. ഈ കളിക്ക് ഈ ഇന്ത്യയിൽ നിന്നുള്ള ഏത് പ്ലേയേഴ്സിനെയും കൊണ്ടുവന്ന് കളിക്കാവുന്ന ഒരു റൂളുണ്ട്. അത് വെച്ചിട്ട് പല ക്ലബ്ബുകളും 10, 30, 40 പിന്നെ നോർത്ത് ഇന്ത്യൻസിനെ കൊണ്ട് കളിപ്പിച്ചപ്പോൾ ഒരൊറ്റ നോർത്ത് ഇന്ത്യൻ ഇല്ലാതെ മലയാളികളെ കൊണ്ട് മാത്രം കളിപ്പിച്ച് ജയിപ്പിച്ച ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ്ബ്. തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ഇനിയും വരും ഞങ്ങൾ തുടരും, ഇത് തന്നെ തുടരും. എല്ലാവരുടെ ബഹുമാനമായി മാറിയ VBC ബോട്ട് ക്ലബിനെ വളരെ വലിയ സ്നേഹത്തോടുകൂടെ വലിയ സന്തോഷത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരു ജനതയുടെ മുഴുവൻ ആവേശമായ CBLന്റെ തുടക്കമാണ് നമ്മളിവിടെ കണ്ടത്. അച്ഛൻ പലരോടും പറയുന്നത് കേട്ടു തമാശയ്ക്ക് ചാവറയച്ചൻ കൈനഗിരിയിൽ തിരിച്ചെത്തിയെന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ആ ഒരു ആവേശത്തിൽ നിന്ന് കുട്ടനാട്ടുകാരുടെ ആവേശത്തോട് ചേർന്ന് എന്ന് പറഞ്ഞൊരു ഇതല്ലേ? തീർച്ചയായിട്ടും ഇത് ഇന്ന് നടന്നത് 5ാമത്തെ CBL വള്ളംകളി മത്സരമാണ്. ഇതിന് 2ാമത്തെ മത്സരം മുതലാണ് നമ്മൾ ചാവറപിതാവിൻ്റെ പേരിൽ ഈ കൈനഗിരി ജനിച്ച വിശുദ്ധനായ മനുഷ്യസ്നേഹിയായ കേരള നവോത്ഥാന നായകനായ ചാവറ പിതാവിൻ്റെ പേരിലുള്ള ട്രോഫി നൽകിയത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും കൈനഗിരി പ്രദേശത്ത് നിന്നുള്ള ഒരു ബോട്ട് ക്ലബ്ബ് തന്നെ ഇത് നേടണമെന്നത് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ വികാരമാണല്ലോ. തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ഈ CBL മത്സരത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് എന്ന പേരിൽ കൈനഗിരിയിൽ തന്നെയുള്ള ഒരു ബോട്ട് ക്ലബ്ബ് അത് ആ ചാവറ പിതാവിൻ്റെ ട്രോഫി ഈ നാടിന് വേണ്ടി തന്നെ നേടിയപ്പോൾ ഉള്ള സന്തോഷം നിലയിലുള്ള ഒരു സന്തോഷം. തീർച്ചയായിട്ടും കൈനഗിരിക്കാരൻ നേരിലുള്ള ഒരു സന്തോഷമാണ് ഞാൻ അറിയിച്ചത്. മിജുവച്ചന് നമ്മൾ വാശിയേറിയ ഈ ജലോത്സവത്തിന് സാക്ഷികളാകുകയായിരുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് എല്ലാ പര്യവസാനിച്ചിരിക്കുന്നത്. അത് കൈനഗിരിയുടെ സ്വന്തം വില്ലേജ് ബോട്ട് ക്ലബ്ബ് തന്നെ അത് നേടിയതിൽ ഉള്ള സന്തോഷവും അതുപോലെ അഭിമാനവും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു നാളേക്കായിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇപ്രാവശ്യം ലഭിച്ച ഈ ബോട്ട് ക്ലബിൻ്റെ ഈ ട്രോഫി എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ, എല്ലാ വർഷവും നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് വില്ലേജ് ബോട്ട് ക്ലബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. രാവിലെ മുതൽ നമ്മളോടൊപ്പം ആയിരുന്നു ഈ 2 വൈദികരും. ഈ നാടിൻ്റെ വികാരവും അവരുടെ ആ ഒരു ഇമോഷനും എല്ലാം നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനും ചാവറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു വ്ളോഗ് ഇത്ര നേരം ഈ ഒരു സമയം വരെ നമ്മളോടൊപ്പം ചേർന്ന് നാടിൻ്റെ വികാരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നാട്ടുകാരുടെ ഒരു ഇമോഷനെ നമുക്കും നമ്മളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ആയിരുന്നു. ഇവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു അച്ഛാ.